ഇന്ന് വളരെ വേഗം സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ ധാരാളം പലതരത്തിലുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷേ ഒരുപാട് പേര് പറയുന്നു എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകുന്നില്ല, എന്തുകൊണ്ടാണ് വർക്ക് ആകാത്തതെന്നൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഇൻബോക്സിൽ മെസ്സേജസ് വരുന്നുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനാണ് സംസാരിക്കുന്നത്. ഇമോഷണൽ അലൈൻമെൻറ്റ് നമ്മൾ പറയും. അപ്പോൾ ഈ ഇമോഷണൽ അലൈൻമെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരത്തുള്ളൂ. ഈ വീഡിയോ മുഴുവനും കാണുക നിങ്ങൾ, എങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുന്നതെന്നും അതെങ്ങനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ അട്രാക്റ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 5:30 വരെ ഫ്രീ സെഷൻസ് ഓൺഗോയിങ് ആണ്. ഫ്രീ ക്ലാസ്, വാട്ടർ ടെക്നിക്ക്, അതുപോലെ അഫർമേഷൻസ്, മണി അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്. ഈ ഒരു ഫ്രീ സെഷനിലൂടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. സോ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ ട്രൈബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമ്മ്യൂണിറ്റി നിങ്ങൾ ധാരാളമായി സഹായിക്കും. നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഇമോഷണൽ അലൈൻമെൻറ്റ്. പല ആളുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പല ആൾക്കാരും എന്നോട് സംശയങ്ങൾ ചോദിക്കാറുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ ചിന്തകളും അതുപോലെ നമ്മുടെ വികാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലായിട്ട് ഒരു അലൈൻമെൻറ്റ്, അതായത് ഒരു സിങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് അത് മാനിഫെസ്റ്റ് ആവാത്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഇമോഷണൽ അലൈൻമെൻറ്റ്? ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനോട് നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന അവസ്ഥയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് നിങ്ങൾ ഒരുപാട് പണം ആഗ്രഹിക്കുന്നുണ്ടാവും. മേ ബി ധാരാളം പണം നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുണ്ടാവും. ആ പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളാണോ, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു മെൻറ്റാലിറ്റിയാണോ, അല്ലെങ്കിൽ ഭയമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു അലൈൻമെൻറ്റ് ബ്രേക്ക് ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണത്തെക്കുറിച്ചും, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സും ഇമോഷൻസും എന്തിനെ പറ്റിയ പേടി, ഭയം, അല്ലെങ്കിൽ ആ പണം കിട്ടോ ഇല്ലേന്ന് ആ തരത്തിലുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷനും അതുപോലെ നിങ്ങളുടെ വികാരങ്ങളുടെ വൈബ്രേഷനും തമ്മിൽ ചേർച്ചയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിക്കാതെ പോകുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇമോഷണൽ അലൈൻമെൻറ്റ് ഇത്രയും പ്രാധാന്യം നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോ ഓഫ് അട്രാക്ഷനിലെ പ്രപഞ്ചത്തിലെ ഊർജ്ജ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വൈബ്രേഷനാണ്. എവറിത്തിങ് ഇസ് വൈബ്രേറ്റിംഗ്, അല്ലെങ്കിൽ എവറിത്തിങ് ഇസ് എനർജി, എനർജി ഈസ് എവറിത്തിങ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും സന്തോഷകരമായിട്ടുള്ള വികാരങ്ങളുമാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ആ സന്തോഷത്തിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും വൈബ്രേഷൻസും പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവും. നേരെ മറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിലും ഭയത്തിലുമാണ് ജീവിക്കുകയാണെങ്കിലോ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുന്ന എന്തായിരിക്കും? ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്റ്റ് ആകുന്നത്. ഇമോഷണൽ അലൈൻമെൻറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളുടെ ഫ്രീക്വൻസിയും ഒന്നാവും. ഇത് നിങ്ങളുടെ ആകർഷണ ശക്തിയെ വളരെയധികം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് ധാരാളമായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനി എങ്ങനെ ഈ ഇമോഷണൽ അലൈൻമെൻറ്റ് നമുക്ക് നേടിയെടുക്കാമെന്ന്. ഒന്ന്, നിങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിയുക. ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ വികാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷത്തിലാണോ, സമാധാനത്തിലാണോ, സ്നേഹത്തിലാണോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് നിങ്ങൾ സ്വയം വിലയിരുത്തണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ള ഭയവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. എങ്ങനെയൊക്കെ? ദേഷ്യം, ഉത്കണ്ഠ, നെഗറ്റീവ് ചിന്തകൾ, ഈ തരത്തിലുള്ള കാര്യങ്ങളാണോ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതും അതുപോലെ ഫീൽ ചെയ്യുന്നതും സ്വയം വിലയിരുത്തണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്
നിങ്ങൾ എന്ത് ചെയ്യണം? മൈൻഡ് കൺവേർട്ട് ചെയ്യണം. മൈൻഡ് കൺവേർട്ട് ചെയ്യണം മീൻസ് ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ വേ ആണ് മെഡിറ്റേഷൻ, ധ്യാനം പ്രാക്ടീസ് ചെയ്യുക എന്നത് പറയുന്നത്. ഗ്രാജുവലി നമുക്ക് എന്താണോ ആവശ്യം ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരും. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കാം, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസുകൾ. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ദിവസവും റിപ്പീറ്റ് ചെയ്യണം, ആവർത്തിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ പണമാണ് വേണമെങ്കിൽ, നമ്മളതാണ് എക്സാമ്പിൾ നേരത്തെ നോക്കിയത്, എനിക്ക് ധാരാളം പണമുണ്ട്, ആ തരത്തിലുള്ള അഫർമേഷൻസ് പറയുക. ഞാൻ സാമ്പത്തികമായിട്ട് സുരക്ഷിതനാണ്, എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ തരത്തിലുള്ള അഫർമേഷൻസ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആണ്. അത് ദിവസവും ഉപയോഗിക്കണം. വെറുതെ പറയുക മാത്രമല്ല, ഓരോ തവണ പറയുമ്പോഴും എല്ലാ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ടായിരിക്കണം പറയേണ്ടത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഓൾറെഡി അച്ചീവ് ആയതുപോലെ, ഓൾറെഡി നമ്മളെ ലൈഫിൽ കിട്ടിയതുപോലെ നമ്മൾ സങ്കല്പിക്കണം. ആ നിമിഷത്തിലെ സന്തോഷം, സംതൃപ്തി, നല്ല വികാരങ്ങൾ, അതെല്ലാം നമ്മൾ എല്ലാ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ടായിരിക്കണം വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. ഓഫ്കോഴ്സ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയണം. ഒരു ശക്തമായ പോസിറ്റീവ് വികാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നുണ്ടോ അത്രത്തോളം ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ഹാപ്പിയും ആയിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂടുതൽ കൂട്ടുകൂടുക. പ്രകൃതിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഊർജ്ജം ഉയർത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളുടെ വികാരങ്ങളെയും പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കും. സോ അപ്പം കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എനർജി എത്രമാത്രം ഹൈ ലെവലിൽ നിർത്താൻ സാധിക്കുന്നുണ്ടോ ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും വികാരങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യണം. എങ്ങനെയാ? നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അവയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കണം. അതിനാണ് ഞാൻ എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു, ധ്യാനം യൂസ് ചെയ്യാം, യോഗ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു പല ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത, നിങ്ങളുടെ വികാരം എന്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നുവെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് അതിനുള്ള കാരണം കണ്ടെത്തി, ആ കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അതിലേക്ക് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് കട്ട് ചെയ്യണം. ഓർക്കുക, ഇമോഷണൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പ്രക്രിയ അല്ല. കുറച്ച് കാലം നിങ്ങളിത് സ്ഥിരമായി പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമായിട്ട് ചേർന്ന് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നും. അത്ഭുതമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റിലുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇത് മാജിക്ക് ഒന്നുമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ടിപ്പുകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ആനന്ദവും സമ്പദ് സമൃദ്ധിയും എല്ലാം കിട്ടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.